യൂക്ലിഡിനും പൈത്തഗോറസിനും മുൻപേ പുഷ്കലമായ ഭാരതീയ ജ്യാമിതിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയാം. ജ്യാമിതിയുടെ പിതാവായി ഇന്നറിയപ്പെടുന്നത് യൂക്ലിഡാണ്. എന്നാൽ യൂക്ലിഡിനും സഹസ്രാബ്ദങ്ങൾ മുൻപേ തന്നെ ജ്യാമിതിയെക്കുറിച്ചുള്ള അറിവ് ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ? സിന്ധു സരസ്വതി നാഗരികതയിൽ നിന്നും കണ്ടെടുത്ത വിവിധങ്ങളായ ജ്യാമിതീയ രൂപങ്ങൾ, റേഷ്യോകൾ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള നഗര നിർമ്മാണം, ഗ്രിഡ് സിസ്റ്റത്തിൽ നിർമ്മിച്ച പാതകൾ എല്ലാം ഇതിന് തെളിവ് നൽകുന്നവയാണ്. ലോഥൽ, ധോലവീര, കാലിബംഗൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള 1 മില്ലിമീറ്ററിൻ്റെ കൃത്യത പുലർത്തുന്ന സ്കെയിലുകളും കോണുകൾ അളക്കാനുള്ള കോമ്പസുകളും പ്രാചീന ഭാരതത്തിലെ ഉന്നത ജ്യാമിതീയ ജ്ഞാനത്തെ സാക്ഷ്യപ്പെടുത്തുന്നവയാണ് എന്നതാണ് കാര്യം. പലർക്കും അറിയാത്ത കാര്യമാണിത്. ഇടയിൽ സ്ഥലമില്ലാത്ത വിധം രൂപകൽപ്പന ചെയ്ത ജ്യാമിതീയ രൂപങ്ങൾ അതിന് പിന്നിലെ ഉന്നതമായ ശാസ്ത്രത്തെയാണല്ലോ വെളിവാക്കുന്നത്. മറുവശത്ത് സംസ്കൃത ഗ്രന്ഥങ്ങളിലേക്ക് വന്നാലോ, യൂക്ലിഡിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ശുക്ലയജുർവേദീയ ശതപഥ ബ്രാഹ്മണത്തിൽ വിസ്തീർണത്തെ മാറ്റമില്ലാതെ നിലനിർത്തിക്കൊണ്ട് ചതുരത്തെ വൃത്തം, സമാന്തര ചതുഷ്കോണം തുടങ്ങിയ രൂപങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള മാർഗങ്ങൾ വിവരിക്കുന്നുണ്ട്. അഗ്നിചയന യാഗത്തിൽ, ഇതൊക്കെയാണ് യാഗത്തിൻ്റെയൊക്കെ പ്രത്യേകത, വെറുതെ ഒരു അന്ധവിശ്വാസം മാത്രമല്ല, അവിടെയൊക്കെയാണ് മാത്തമാറ്റിക്സും ഒക്കെ ഇരിക്കുന്നത്. അഗ്നിചയന യാഗത്തിൽ പല അനുപാതങ്ങളിലുള്ള വേദികൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് ആംഗിൾസ്, ഡയഗണൽസ്, പ്രൊപ്പോർഷണൽ ലെങ്ത്സ്, പൈത്തഗോറിയൻ തിയറം തുടങ്ങിയവയൊന്നും അറിയാതെ ഇത്തരം ട്രാൻസ്ഫോർമേഷനുകൾ സാധ്യമല്ല തന്നെ. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സിസ്റ്റമാറ്റിക് ജിയോമെട്രി ഇതാണ് എന്നാണ് ഗണിതശാസ്ത്രജ്ഞർ ഇന്ന് പറയുന്നത്. പൈത്തഗോറസിനും മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൈത്തഗോറിയൻ തിയറത്തെ നിർവചിച്ച ലോകത്തിലെ തന്നെ ആദ്യ ഗ്രന്ഥങ്ങൾ വേദാംഗമായ ശൂൽബസൂത്രങ്ങളാണ് എന്നുള്ളത് ഇന്ന് അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ മലയാളികൾക്കും കേരളക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല. ബൗധായനം, മാനവം, ആപസ്തംഭം, കാത്യായനം തുടങ്ങി വിവിധങ്ങളായ ശൂൽബസൂത്രങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രാചീനം ബൗധായന ശൂൽബസൂത്രമാണ്. ബൗധായന ശൂൽബസൂത്രത്തിലും നേരത്തെ പറഞ്ഞ പോലെ വിവിധങ്ങളായ ജ്യാമിതീയ രൂപങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻസ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം പൈയുടെ ഏകദേശ മൂല്യവും √2 മൂല്യവും നൽകിയിട്ടുണ്ട്. വൈദികമായ യാഗസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗണിതശാസ്ത്ര പദ്ധതികളെല്ലാം നമ്മുടെ പ്രാചീന ഗണിതജ്ഞർ വികസിപ്പിച്ചത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, എടുത്തു പറയേണ്ടതാണ്. കാരണം യാഗങ്ങളെല്ലാം അന്ധവിശ്വാസങ്ങളാണ് എന്നാണല്ലോ ഇന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. ഈ ചരിത്രത്തെ, അന്ധവിശ്വാസങ്ങളാണ് എന്ന് പറയുന്നവർ ഈ ചരിത്രത്തെ കാണാതെ പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മളെ ഗണിതമൊക്കെ യാഗവും യജ്ഞവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പുഷ്കലമാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്ന ആ സത്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.